ചെമ്മീൻ പത്തിരിയാണ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് വലിയൊരു ബൗൾ എടുക്കണം. ഈ ബൗളിലേക്ക് 2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ അഥവാ മൈദ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ 1/2 കപ്പ് വറുത്ത അരിമാവാണ് എടുത്തിരിക്കുന്നത്. വറുത്ത അരിമാവ് തന്നെ നമ്മൾ ഇതിലേക്ക് ഇടണം, എന്നാലേ ഈ പത്തിരി ശരിയാകത്തുള്ളൂ. ഇനി ഇത് രണ്ടും കൂട്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ 2 കപ്പ് വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഞാനിവിടെ 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ നമ്മളിത് കുഴച്ചെടുക്കാൻ ഇത്രയും വെള്ളത്തിന്റെ ആവശ്യം വരത്തില്ല. ഇത് ഞാൻ കുഴച്ചെടുത്ത ശേഷം പറയാം ഞാൻ എത്ര വെള്ളം യൂസ് ചെയ്തു എന്ന്. ഇനി ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവിലേക്ക് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ട് ഒന്നും കൂടി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഓയിലും എല്ലായിടത്തും വരത്തക്ക രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ പത്തിരിക്ക് കുഴച്ചെടുക്കുമ്പം വെള്ളം കുറേശ്ശെ ഒഴിച്ച് വേണം കുഴച്ചെടുക്കേണ്ടത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി സ്പൂൺ മാറ്റിയിട്ട് കൈ കൊണ്ട് കുഴച്ചെടുക്കാം. ഇനി ഇത് കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം വെള്ളം ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ കുഴച്ചെടുക്കുമ്പോഴേക്ക് കുറച്ച് ടൈറ്റ് ആയിട്ടിരിക്കണം ഇതിന്റെ മാവ്. വെള്ളത്തിന്റെ അളവ് ഇത്രയും മതിയാകും. ഞാനിവിടെ ഏകദേശം 1.25 കപ്പ് വെള്ളം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ദേ കണ്ടോ, 1/4 കപ്പ് വെള്ളം ബാക്കി വന്നു. അപ്പൊ നമുക്കിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് 1.25 കപ്പ് വെള്ളം മതിയാകും. ഇത്രയും മതി. ഈ ഒരു ടൈറ്റിലാണ് നമ്മളിത് കുഴച്ചെടുക്കേണ്ടത്. ഇത് ഒരുപാട് നേരം ശക്തിയായിട്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. കണ്ടോ, ഈ ഒരു സ്ട്രക്ചറിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. ഒരുപാട് സോഫ്റ്റും അല്ല, ഒരുപാട് ഹാർഡും അല്ല. ഒരുപാട് നേരം നമ്മളിട്ട് പരത്തി കഴിഞ്ഞാൽ ഇത് വല്ലാണ്ട് സോഫ്റ്റ് ആവും. ഈ ചെമ്മീൻ പത്തിരിക്ക് നമ്മൾ മാവ് അത്ര സോഫ്റ്റ് ആവേണ്ട കാര്യമില്ല. ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കണം. ഇനി ഇത് പാത്രം മൂടിയിട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിന്റെ മസാല ഇനി എങ്ങനെ തയ്യാറാക്കും നോക്കാം. പത്തിരിക്കുള്ളിൽ വെക്കാനുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചെമ്മീന് ഇതിന്റെ നടുവിലെ അഴുക്കൊക്കെ മാറ്റി നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ചേർക്കേണ്ട മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. മസാല അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇല്ലെങ്കിൽ ഒരു വലിയ പീസ് ഇഞ്ചിയും 10 അല്ലി വെളുത്തുള്ളി പൊളിച്ചതും കൂടി ഇട്ടിട്ട് ഇതുപോലെ ഇട്ട് അരച്ചെടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ചീരകം വറുത്ത് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അതായത് ഫെന്നൽ സീഡ് പൗഡറാണ് ഇത്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡറും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഈ മുളക് പൊടിയുടെയൊക്കെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. ഇത് കാശ്മീരി റെഡ് ചില്ലി ആയതുകൊണ്ടാണ് ഞാനിവിടെ 2 ടീസ്പൂൺ ചേർത്തത്. അതിന് അത്രത്തോളം എരിവില്ല. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒരു നാരങ്ങയുടെ നീര് ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കണം. എന്നിട്ടിത് നന്നായിട്ട് ഇതെല്ലാം കൂട്ടിയിട്ടൊന്ന് അരച്ചെടുക്കണം. വെള്ളം വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെള്ളമെല്ലാം ചേർത്താൽ മതി. കൂടുതൽ വെള്ളം ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. പേസ്റ്റ് പോലെയാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. ഇനി ഇത് അരച്ചെടുക്കാം. ഇതിവിടെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ അരച്ച അരപ്പ് ഇനി ഈ ചെമ്മീനിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ ചെമ്മീൻ ഞാനിവിടെ മസാലയൊക്കെ തേച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് 1/2 മണിക്കൂർ മാറ്റി വെക്കാം. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇനി ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ പ്രോൺസ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇത് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരുപാട് ഓയിലിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. എണ്ണ ചൂടായി വരുമ്പോഴേക്ക് ഈ മസാല പുരട്ടി വെച്ചിരിക്കുന്ന പ്രോൺസ് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ പ്രോൺസ് ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇതുപോലെ ചാറ് വരും.
ഇത് ഈ പ്രോൺസിൽ നിന്നും ഈ മസാലയിൽ നിന്നും വന്നിരിക്കുന്ന ചാറാണ്. ഈ ചാറ് ശരിക്കും വറ്റിച്ച് നല്ല ഡ്രൈ ആക്കി എടുക്കണം. ഈ ചാറിൽ കിടന്ന് തന്നെ ഈ പ്രോൺസ് വെന്തോളും. ഇതിലേക്ക് ഞാൻ ഒട്ടും വെള്ളം ചേർക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇത് നമ്മൾ ഇങ്ങനെ ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കുന്നതാണ്. ചെമ്മീൻ ഇവിടെ വെന്തിട്ട് ഇത് നല്ലവണ്ണം ഡ്രൈ ആയി വരുന്നുണ്ട്. നല്ലതുപോലെ ഒട്ടും വെള്ളമില്ലാതെ നല്ലതുപോലെ ഇത് ഡ്രൈ ആക്കി എടുക്കണം. ചെമ്മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം നല്ലതുപോലെ തണുക്കാൻ വെക്കാം. തണുത്തതിന് ശേഷം നമ്മളിത് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് അങ്ങ് ചോപ്പായി പോകരുത്, കുറച്ച് തരിതരിപ്പോടെ ഇത് ചോപ്പ് ചെയ്തെടുക്കണം. മറ്റൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, അതായത് കോക്കനട്ട് ഓയിൽ. എണ്ണ ഇവിടെ ചൂടായി വരുമ്പോഴേക്ക് ഞാനിവിടെ 4 സവോള ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. സവോള ഇതുപോലെ വഴണ്ട് വരുമ്പോഴേക്ക് ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതുമാണ് ചേർക്കുന്നത്. അധികം എരിവില്ലാത്ത മുളകാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ചെമ്മീനിൽ ഉപ്പിട്ടിട്ടുണ്ട്, അത് അഡ്ജസ്റ്റ് ചെയ്ത് വേണം നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. ഞാനിവിടെ 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും, അതായത് ഫെന്നൽ സീഡ് പൗഡർ, ഇത് വറുത്ത് പൊടിച്ചതാണ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും, 1/2 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡറും, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടിയിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമല്ല, ഒരു കാസ്റ്റ് അയണിൻ്റെ പാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ സ്റ്റീലിൻ്റെ സ്പൂൺ യൂസ് ചെയ്തത്. പൊടികളുടെ പച്ചമണം മാറുമ്പോഴേക്ക് ഞാനിവിടെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ഇട്ട് കൊടുക്കുകയാണ്. കണ്ടോ, ഈ ഒരു രീതിയിലാണ് നമ്മളിത് ക്രഷ് ചെയ്തെടുക്കുന്നത്. ഒരുപാട് ഇത് അരഞ്ഞു പോകരുത്, ഒരുപാട് പീസായിട്ട് കിടക്കുകയും ചെയ്യരുത്. ഈ ഒരു സൈസിൽ വേണം നമ്മളിത് ക്രഷ് ചെയ്തെടുക്കേണ്ടത്. ഇത് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പ്രോൺസ് ചേർത്തിട്ട് നമ്മൾ ഒരുപാട് നേരം നമ്മളിത് വഴറ്റേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി പ്രോൺസ് വെന്തതാണ്. ഈ മസാലയിൽ കിടന്ന് ഇതൊന്നും കൂടി ഒന്ന് മിക്സ് ആകുമ്പോഴേക്ക് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കുറച്ച് മല്ലിയിലയും കൂടി കട്ട് ചെയ്തിട്ടിട്ട് തണുക്കാനായിട്ട് വെക്കാം. ഇതിവിടെ എല്ലാം കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് മല്ലിയിലയാണ് എടുത്തിരിക്കുന്നത്. മല്ലിയില ചേർത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് തണുക്കാൻ വെക്കണം. തണുത്ത ശേഷമാണ് നമ്മളിത് ഫില്ല് ചെയ്ത് വെക്കുന്നത്. ഈ മസാല ഇവിടെ നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുഴച്ച് വെച്ച മാവ് പരത്തിയിട്ട് ഇത് ഫില്ല് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ടേബിൾ കൗണ്ടർ നന്നായിട്ട് തുടച്ചിട്ട് ഈ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് നമുക്ക് ഈ ടേബിൾ കൗണ്ടറിൽ ഇട്ടിട്ട് പരത്തിയെടുക്കണം. കനം കുറച്ചിട്ട് വേണം നമ്മളിത് പരത്തിയെടുക്കേണ്ടത്. ഈ മാവ് ഇവിടെ ഞാനിവിടെ കനം കുറച്ച് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു റൗണ്ടിനുള്ള ഒരു ബൗളിൻ്റെ വാവട്ടം കൊണ്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ബാക്കി വന്നിരിക്കുന്ന മാവ് ഇതുപോലെ തന്നെ പരത്തിയെടുത്തിട്ട് നമുക്ക് ഈ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഈ മാവും നമുക്ക് ഇതുപോലെ പരത്തിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി പരത്തി വെച്ചിരിക്കുന്ന ഒരു പത്തിരി എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലേക്ക് ഈ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാല വെച്ച് കൊടുക്കാം. മസാല വെച്ച ശേഷം മറ്റൊരു പത്തിരി കൊണ്ട് ഇതൊന്ന് കവർ ചെയ്തിട്ട് നല്ലതുപോലെ ഇതിൻ്റെ സൈഡൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. നല്ല സ്റ്റിക്കായിരിക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഫില്ലിങ് പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്.
ഒരു ഫോർക്ക് കൊണ്ട് ഇതിൻ്റെ സൈഡൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഈ ഇരിക്കുന്ന മാവെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഫില്ലിംഗ് വെച്ചിട്ട് മറ്റൊരു പത്തിരി കൊണ്ട് മൂടിയിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. പത്തിരിയെല്ലാം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ചുവട് കട്ടിയുള്ള ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുമ്പോഴേക്ക് ഈ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന പത്തിരി ഓരോന്നായിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് റെഡി ആവുമ്പോഴേക്ക് ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. നല്ല ഗോൾഡൻ കളർ ആവുമ്പോഴേക്ക് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. കണ്ടോ, ഈ പത്തിരി ഒട്ടും എണ്ണ ഒടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ ഇരിക്കുന്ന ഓരോ പത്തിരിയും ഇതുപോലെ ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഈ ഇരിക്കുന്ന പത്തിരിയെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ഉൾഭാഗം ഞാനൊന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലെയാണ് ഈ പത്തിരിയുടെ ഉൾഭാഗം ഇരിക്കുന്നത്. ചെമ്മീൻ പത്തിരി ഇവിടെ തയ്യാറായി. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പത്തിരിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.